തമിഴ്നാട് രാഷ്ട്രീയം പുതിയൊരു മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്തപ്പോൾ അതിനിടെ അസാധാരണമായൊരു കാര്യം നടന്നിരുന്നു. ഒരേ കുടുംബത്തിലെ 3 അംഗങ്ങൾ 3 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തമിഴ്നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആ 3 പേരും വിജയിക്കുകയും ചെയ്തു. ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിന്റേതാണ് ആ കുടുംബം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സാന്റിയാഗോ കുടുംബം സ്വാധീനമുറപ്പിക്കാനുള്ള പദ്ധതിയാണോ ഇതിന് പിന്നിൽ എന്നാണ് നിലവിലുയരുന്ന ചോദ്യം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. TVK മന്ത്രിസഭയിൽ ആദവ അർജുന, AIADMKയിൽ MLA ആയി അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവ് ലീമ റോസ് മാർട്ടിൻ. ആദവിന്റെ ഭാര്യ സഹോദരൻ ജോസ് ചാൾസ് മാർട്ടിനാകട്ടെ പുതുച്ചേരിയിൽ BJP സഖ്യകക്ഷിയായ ലച്ചിയ ജനനായക കക്ഷിയുടെ MLAയും നിയുക്ത മന്ത്രിയും. സാന്റിയാഗോ മാർട്ടിൻ എന്ന കുപ്രസിദ്ധനായ ലോട്ടറി രാജാവിന്റെ കുടുംബത്തിലെ 3 പേർ അങ്ങനെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 3 പാർട്ടിയിലെ പ്രമുഖർ. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നടന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ട്വിസ്റ്റുകളായിരുന്നു സംഭവിച്ചത്. അങ്ങനെ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാന്റിയാഗോ കുടുംബത്തിലെ അംഗങ്ങളുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നടത്തിയതാണെന്നാണ് പല നിരീക്ഷകരും വിശ്വസിക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന സാന്നിധ്യമായി മാറാനാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. തമിഴ്നാടിന്റെ പുതിയ അധികാര ഘടനയുടെ കേന്ദ്രബിന്ദു ഇപ്പോൾ ആദവ അർജുനാണ്. ഒരു ജിം ട്രെയിനറായി കരിയർ തുടങ്ങിയ ആദവ അർജുൻ ഇന്ത്യയിലെ ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ മകളെ വിവാഹം കഴിച്ചതോടെയാണ് വാർത്തകളിൽ നിറയുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ TVKയുടെ ഏറ്റവും ശ്രദ്ധേയനായ സംഘാടകരിൽ ഒരാളായും തന്ത്രജ്ഞരിൽ ഒരാളായും അദ്ദേഹം ഉയർന്നു വരികയായിരുന്നു. ഒരിക്കൽ DMK സർക്കിളിൽ MK സ്റ്റാലിന്റെ മരുമകൻ ശബരീഷിന്റെ അടുത്ത അനുയായിയായിരുന്നു ആദവ. പിന്നീട് തോൾ തിരുമാവളവന്റെ VCKയിൽ മുതിർന്ന സ്ഥാനം ഏറ്റെടുത്ത അദ്ദേഹം തിരുമാവളവനുമായുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് TVKയിൽ എത്തുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് ആദവ വിജയുടെ ഏറ്റവും വിശ്വസ്തനായി മാറിയത്. അതോടെ ആദവ മന്ത്രിസഭയുടെ കേന്ദ്രസ്ഥാനത്തും എത്തി. മാർട്ടിൻ കുടുംബത്തിന്റെ ഈ രാഷ്ട്രീയ സ്വാധീനം അവരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് മാറ്റി നിർത്തി വായിക്കുക എന്നത് സാധ്യമല്ല. ഫ്യൂച്ചർ ഗെയിമിംഗ്, ഹോട്ടൽ സർവീസസ് എന്നിവയിലൂടെ സാന്റിയാഗോ മാർട്ടിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോട്ടറി സാമ്രാജ്യങ്ങളിലൊന്നാണ് സാന്റിയാഗോ മാർട്ടിൻ നിർമ്മിച്ചെടുത്തത്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിറ്റുവരവ് 10,000 കോടി രൂപയാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കുകൾ. കൂടാതെ 2019 2024 ഇടയിൽ ഏകദേശം 1368 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്ന കമ്പനിയുമായിരുന്നു. അതിലൂടെ സാന്റിയാഗോ നേരത്തെ തന്നെ തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു. അന്വേഷണങ്ങളും ആക്രമണങ്ങളും ഒക്കെ നേരിടുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ അതിരുകൾ മാറ്റി നിർത്തിക്കൊണ്ട് സാന്റിയാഗോ മാർട്ടിൻ ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു. VS അച്യുതാനന്ദനെ പോലുള്ള ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് സാന്റിയാഗോയുടെ ബന്ധങ്ങളെ സമ്പത്തും രാഷ്ട്രീയവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. 2008 സിക്കിം സർക്കാരിനെ പറ്റിച്ച് മാർട്ടിൻ 4,500 കോടി രൂപ സമ്പാദിച്ചെന്ന ആരോപണം നിലനിൽക്കുന്ന സമയത്താണ് CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിക്ക് മാർട്ടിൻ 2 കോടി രൂപ സംഭാവന നൽകിയത്. അതിനെതിരെ അച്യുതാനന്ദൻ നേരിട്ട് രംഗത്തെത്തിയതൊക്കെ ചരിത്രമാണ്. പക്ഷേ സാന്റിയാഗോ മാർട്ടിൻ ഇപ്പോഴും തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതിന്റെ തെളിവാണ് നിലവിലെ തമിഴ്നാട് രാഷ്ട്രീയം.